പാലക്കാട് രാഹുലിനെ തളയ്ക്കാമെന്ന ധാരണയാണ് ബി.ജെ.പിക്കെങ്കിൽ വടകരയിൽ ഷാഫിയെ തളയ്ക്കാമെന്ന ധാരണയാണ് CPM-ന്. ഈ പരസ്പര ധാരണകളുടെ കിടപ്പുവശം വിശദമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ. CPIM-ന് ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന യുക്തിപരമായ മറുപടി പറയാൻ സാധിക്കുമോ എന്നാണ് ഷിബു ബേബി ജോൺ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നത് മുതൽ അതിനോടൊപ്പം ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ കൂടിയാണ്. എന്തിനാണ് ഷാഫിയെ വഴിയിൽ തടയുന്നത്? ബി.ജെ.പിക്ക് ഷാഫിയോടുള്ള അമർഷം നമുക്കറിയാം. ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള മതേതരവാദിയായ ചെറുപ്പക്കാരൻ മതേതര കേരളത്തിന്റെ മനസ്സ് കവർന്നു മുന്നോട്ട് പോകുന്നത് അവർക്ക് അനുവദിച്ചുകൂടാ. അതേ താല്പര്യത്തോടെയാണ് CPM-ഉം ഷാഫിക്കെതിരെ തിരിയുന്നത്. അവരുടെ കോട്ടയായ വടകര മണ്ഡലത്തിൽ അവരുടെ ഏറ്റവും പ്രമുഖയായ ശൈലജ ടീച്ചറെ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയപ്പോൾ ഷാഫി അവർക്ക് കണ്ണുകടിയായി. പാലക്കാട് ഞങ്ങൾ രാഹുലിനെ നോക്കാം, വടകരയിൽ നിങ്ങൾ ഷാഫിയെ നോക്കിക്കോ എന്നാണ് BJP CPM ധാരണ. രണ്ടുപേരും കൂടി സതീശനെയും നോക്കാൻ തീരുമാനിക്കുന്നു. ഇതല്ലേ കേരളം കാണുന്നത്? അല്ലെങ്കിൽ ഇത്തരം സമര ആഭാസം നടത്താനുള്ള എന്ത് ന്യായീകരണമാണുള്ളത് എന്നും ഷിബു ബേബി ജോൺ ആഞ്ഞടിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നത് മുതൽ CPM DYFI പ്രവർത്തകർ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ പ്രതിഷേധവുമായി സജീവമായി രംഗത്തുണ്ട്. കഴിഞ്ഞ ദിവസം KK രമ MLA സംഘടിപ്പിച്ച വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവേ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫിയാണെന്ന് ആരോപിച്ചുകൊണ്ട് ഷാഫിയെ വടകരയിൽ DYFI പ്രവർത്തകർ തടയുകയുമുണ്ടായി. ടൗൺ ഹാളിന് സമീപം ഷാഫിയുടെ കാറ് തടഞ്ഞുവെച്ച് തെറി വിളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമായിരുന്നു. ഇതോടെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഷാഫി തെറി വിളിച്ചാൽ പേടിച്ചോടുമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് DYFI പ്രവർത്തകരെ അങ്ങ് നേരിടുകയും ചെയ്തു. ഷാഫി രാഹുലിനെ തള്ളി പറഞ്ഞില്ല എന്നത് പലരിലും സൃഷ്ടിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ചെറുതൊന്നുമല്ല കേട്ടോ. പാലക്കാട് കോട്ട മൈതാനത്തുൾപ്പെടെ രാഹുൽ വിഷയം അങ്ങ് കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നപ്പോൾ പലതും ചീറ്റിപ്പോയ പ്രതിഷേധങ്ങളായി 4, 3, 7 പേരുമുള്ള പ്രകടനമായി തീരുകയാണ് ഉണ്ടായത്. യുവ നേതാക്കളെ ഉൾപ്പെടെ കുടുക്കാൻ എങ്ങനെ വ്യാജ വാർത്ത ചമയ്ക്കാനാകും എന്ന ഗവേഷണത്തിലാണ് സൈബർ സഖാക്കൾ ഉൾപ്പെടെ വിഭിന്ന ചേരിയിലുള്ളവർ. രാഹുലിനെ കൊണ്ടുവന്നത് ഷാഫിയാണ്. രാഹുലിന്റെ റോൾ മോഡൽ ഷാഫിയാണ്. രാഹുലിന്റെ ആരോപണങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിനെല്ലാം സപ്പോർട്ട് നൽകിയത് ഷാഫിയാണ്. അങ്ങനെ അന്ത്യമില്ലാതെ ഷാഫിക്കെതിരെയുള്ള പടയോട്ടം തുടരുമ്പോൾ വീറൊട്ടും ചോരാതെ രാഹുലിനെ പാലക്കാട് സജീവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഷാഫി.